ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിശാസ്ത്രം ജോഗ്രഫി എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒറ്റ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? അതിശക്തമായ പ്രതിചക്രവാതത്താൽ ശ്രദ്ധേയമായ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലാണ്? ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വ്യാഴം, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി ഭൂമി, ഓപ്ഷൻ ഡി ശുക്രൻ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏതിലാണുള്ളത്? ജൂപ്പിറ്ററിലാണ്. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം അല്ലെ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് അല്ലെ വ്യാഴം. വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്ററെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിച്ചിരിക്കണം. ഗലീലിയോ ഗലീലി, അതുപോലെ തന്നെ റോബർട്ട് ഹുക്ക്. ഗലീലിയോ ഗലീലിയാണ് വ്യാഴത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. റോബർട്ട് ഹുക്ക് അതിൽ റെഡ് സ്പോട്ട് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതിൽ റെഡ് സ്പോട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? റോബർട്ട് ഹുക്ക്. ഗലീലിയോ ഗലീലി വ്യാഴത്തെ കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു 1610 1610 ജൂപ്പിറ്ററിനെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം 1664 റോബർട്ട് ഹുക്ക് അതിലൊരു റെഡ് സ്പോട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മുടെയൊക്കെ സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് കേട്ടോ വ്യാഴം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഗ്രഹമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹവും ഏത് തന്നെയാണ്? വ്യാഴം തന്നെയാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. ദിനരാത്രങ്ങളുടെ ദൈർഘ്യം ഏറ്റവും കുറവാണ് എവിടെ? വ്യാഴത്തിൽ. വ്യാഴത്തിലെല്ലാം കൂടുതലാണ്, അതായത് വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ്. ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതിൽ കൂടുതലാണ്. അതുപോലെ വലിയ ഒരു റെഡ് സ്പോട്ടാണ് അതിലുള്ളത്. ഭ്രമണവേഗത ഏറ്റവും കൂടുതലാണ്. കാന്തിക മണ്ഡലങ്ങൾ, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഭയങ്കര കൂടുതലാണ്. റേഡിയോ ആക്റ്റീവ് അവിടെ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പരിക്രമണകാലം 12 വർഷമാണ്. അതൊരു വ്യാഴവട്ടം എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഒരു ഭ്രമണത്തിന് വേണ്ട സമയം എന്ന് പറയുന്നത് 9 മണിക്കൂറും 55 മിനിറ്റുമാണ്. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. 79 ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തിനുള്ളത്. വ്യാഴത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ഗാനിമീഡാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ഗാനിമീഡ് എന്ന് പറയുന്നത്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് ദേവനായ സ്യൂസിന്റെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും പേരിൽ നിന്നാണ് കേട്ടോ. വ്യാഴത്തെയും വ്യാഴത്തെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളെയും ചേർത്ത് ചെറു സൗരയൂഥം എന്ന് തന്നെ പറയാം. കാര്യം എന്താണ്? 79 ഉപഗ്രഹങ്ങളാണ് വ്യാഴത്തെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തെയും വ്യാഴത്തെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളെയും നമുക്കൊരു ചെറു സൗരയൂഥം എന്ന് തന്നെയാണ് പറയുന്നത്. വ്യാഴത്തിന്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ, ഹിമാലയ, അമാൽത്തിയ, ലെഡ, തീബ് എന്നിവയൊക്കെയാണ് പ്രധാന ഉപഗ്രഹങ്ങൾ. 79 ഉണ്ട്, നമുക്ക് 79 പഠിക്കേണ്ട കാര്യമില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡ് ആണെന്നുള്ളത് തന്നെയാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. കേരളത്തിലെ കന്യാവനമായി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കന്യാവനമായി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി കുന്തിപ്പുഴ, ഓപ്ഷൻ സി കണ്ണാടിപ്പുഴ, ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അപ്പോൾ കേരളത്തിലെ കന്യാവനം എന്ന് പറയുമ്പോൾ സൈലന്റ് വാലിയാണ്. അതിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി കുന്തിപ്പുഴ. സൈലന്റ് വാലി എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനം, കേരളത്തിൽ തന്നെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. ഉദ്ഘാടനം ചെയ്തതെന്നാണ് 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി, അപ്പൊ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആണെങ്കിൽ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി അത് രാജീവ് ഗാന്ധിയാണ്. പാലക്കാടാണ് സൈലന്റ് വാലി എന്നറിയാം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാടാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ എന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ചോദ്യം വരികയാണെന്ന് വിചാരിക്കുക, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാണ്? ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ തന്നെയാണ്, എന്നാൽ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ അത് ദൂതപ്പുഴയാണ്. ദൂതപ്പുഴ. OV വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിൽ പരാമർശിക്കുന്ന ഒരു നദിയാണ് ഏതെന്ന് പറയുന്നത്? ദൂതപ്പുഴ എന്ന് പറയുന്നത്. കുന്തിപ്പുഴയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിവാദമായ പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് പാത്രക്കടവ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ,
കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏക കന്യാവനവും ഏത് തന്നെയാണ്? സൈലന്റ് വാലി തന്നെയാണ്. അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. ശൈത്യത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലത്തെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വസന്തകാലം, ഓപ്ഷൻ ബി ശൈത്യകാലം, ഓപ്ഷൻ സി ശരത്കാലം, ഓപ്ഷൻ ഡി വേനൽക്കാലം. ശൈത്യത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ ആ കാലത്തെ എന്താണ് വിളിക്കുന്നത്? വസന്തകാലം എന്നാണ് വിളിക്കുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വസന്തകാലം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ നമ്മൾ 6ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം അല്ലേ. ജനുവരി ടു ഫെബ്രുവരിയാണ് ശിശിരം, വസന്തം മാർച്ച് ടു ഏപ്രിൽ, ഗ്രീഷ്മം മെയ് ടു ജൂൺ, വർഷം ജൂലൈ ടു ആഗസ്റ്റ്, ശരത്കാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ, ഹേമന്തം നവംബർ ടു ഡിസംബർ. അങ്ങനെ 6 കാലങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് തിരിക്കുന്നത്. മൺസൂൺ അടിസ്ഥാനമായ ഋതുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശൈത്യകാല ഋതുക്കൾ, ഉഷ്ണകാല ഋതുക്കൾ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടം, അങ്ങനെയാണുള്ളത്. അതിൽ ഈ ശൈത്യകാലമാണ് ഈ ശൈത്യകാല ഋതുക്കൾ എന്ന് പറയുന്നത്, ഡിസംബർ ടു ഫെബ്രുവരി ഉള്ളത്. ഉഷ്ണകാല ഋതുക്കളാണ് വേനൽക്കാലം, മാർച്ച് ടു മെയ് വരെ ഉള്ളതാണ് വേനൽക്കാലം. അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, ജൂൺ ടു സെപ്റ്റംബർ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടം ഒക്ടോബർ ടു നവംബർ. അതിന് ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബർ പകുതിയോടെയാണ്. നമ്മൾ പറഞ്ഞല്ലോ ശൈത്യത്തിൽ നിന്ന് വേനൽക്കാലത്തിന്റെ ഇടയിലാണ് ഇത് വരുന്നത്, വസന്തകാലം വരുന്നത് അല്ലെ, മാർച്ച് ടു ഏപ്രിൽ ആണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബർ പകുതിയോടെയാണ്. ഈ തെളിഞ്ഞ അന്തരീക്ഷം, താഴ്ന്ന ആർദ്രത, ഇതൊക്കെയാണ് ഈ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉത്തരസമുദ്രത്തിൽ ഡിസംബറിലും ജനുവരിയിലും അതിശൈത്യം അനുഭവപ്പെടാറുണ്ട്. മൊത്തത്തിൽ ലഭിക്കുന്ന ശൈത്യകാല മഴയെ തദ്ദേശീയമായി മഹാവത് എന്നാണ് പറയുന്നത്. മഹാവത്. ഇത്തരം കാലാവസ്ഥയിൽ പകല് നല്ല ചൂടും രാത്രിയിൽ നല്ല തണുപ്പുമായിരിക്കും. ഈ ശൈത്യകാലത്ത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് എന്ത്? പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. അതാണ് ശൈത്യകാലത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി വേനൽക്കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. അത് മെയ് മാസം വരെ നീണ്ടു നിൽക്കും. ഇന്ത്യയുടെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് ഏറ്റവും ചൂട് കൂടിയ മാസം ഏപ്രിലാണ്. ഈ സീസണിൽ സൂര്യപ്രകാശം ഉത്തരായനരേഖയ്ക്ക് ലംബമായി പതിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ചൂട് കൂടിയ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ ആകുന്നത്. വടക്കൻ മേഖലയിൽ മെയ് മാസത്തിലാണ് ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത്. ഈ സീസണിൽ ഇന്ത്യയുടെ ഉത്തര സമതലങ്ങളിൽ വീശുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റിന്റെ പേരാണ് ലൂ എന്ന് പറയുന്നത്. പ്രാദേശിക വാതകങ്ങളായ കാൽബൈശാഖി, മാംഗോ ഷവർ എന്നിവയെല്ലാം ഈ സീസണിൽ വീശുന്ന കാറ്റുകളാണ്. ഏത്? വേനൽക്കാലത്ത് ലൂ, കാൽബൈശാഖി, അതുപോലെ തന്നെ മാംഗോ ഷവർ. നമ്മൾ ഏത് ഋതുവിന്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത്? അത് വസന്തകാലത്താണ് കേട്ടോ. അപ്പൊ ഏത് ഋതുവിന്റെ കാലഘട്ടത്തിലാണ് നവരാത്രി, വിജയദശമി തുടങ്ങിയ ആഘോഷങ്ങൾ നടക്കുന്നത്? അത് ശരത്കാലത്തിലാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. കേരളത്തിലെ ജില്ലകളിൽ വനവിസ്തൃതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇടുക്കി ജില്ലയാണ്. വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? അപ്പോൾ വനവിസ്തൃതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇടുക്കി ജില്ലയാണെന്ന് പറഞ്ഞു. ഇനി വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കോട്ടയം. ഏതാണ് വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ല? ആലപ്പുഴയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയും ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ആലപ്പുഴയുമാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രത്യേകതകൾ എന്താണ്? ഏറ്റവും വനഭൂമി കുറഞ്ഞ ജില്ലയാണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ ജില്ലയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ്. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ ജില്ലയും ആലപ്പുഴ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ ജില്ലയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ ജില്ലയാണ്. വേലക്കളി എന്ന പരമ്പരാഗത കലാരൂപം എടുത്ത ജില്ല ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? ആലപ്പുഴയാണ്. ഏതാണ്? വേലക്കളി എന്ന പരമ്പരാഗത കലാരൂപം ഉടലെടുത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കായൽ ടൂറിസത്തിന് പേരുകേട്ട കേരളത്തിലെ ജില്ലയാണ്. ജലോത്സവങ്ങളുടെ നാട് എന്നാണ് ആലപ്പുഴ അറിയപ്പെടാറുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള 2ാമത്തെ ജില്ലയാണ് ആലപ്പുഴ. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴയിലാണ്. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം രൂപം കൊണ്ട ജില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വേലക്കളി എന്ന പരമ്പരാഗത കലാരൂപം ഉടലെടുത്ത ജില്ലയും വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം രൂപം കൊണ്ട ജില്ലയും ഏത് തന്നെയാണ്? ആലപ്പുഴ തന്നെയാണ്. അർജുന നൃത്തം, വേലക്കളി എന്നിവ ജില്ലയുടെ തനത് നൃത്ത രൂപങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്ന ജില്ലയാണ്. കേരളത്തിലെ ഏക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനമാണ് ആലപ്പുഴ.
മാരാരക്കുളം കേട്ടിട്ടുണ്ടോ? മാരാരക്കുളത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദ്യ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് മാരാരക്കുളം. അത് ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി രാജാ കേശവദാസാണ്. ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഏതൊക്കെ ജില്ലകളെ വിഭജിച്ചാണ് ആലപ്പുഴ രൂപം കൊണ്ടത്? കൊല്ലവും കോട്ടയം. കൊല്ലം, കോട്ടയം എന്നീ ജില്ലകൾ വിഭജിച്ചിട്ടാണ് ആലപ്പുഴ എന്നൊരു ജില്ല രൂപം കൊണ്ടുള്ളത്. ആലപ്പുഴയ്ക്ക് കുറേ അധികം വിശേഷങ്ങളുണ്ട് അല്ലേ? ജലോത്സവങ്ങളുടെ നാടാണ്, കിഴക്കിന്റെ വെനീസ്, അങ്ങനെ പറഞ്ഞത് ആരാണ്? ആരാ പറഞ്ഞത്? കേഴ്സൺ പ്രഭുവാണ് അല്ലേ? കേഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്. അത് ഏത് വർഷമായിരുന്നു? വർഷം ഓർത്തു വെക്കാൻ എളുപ്പമാണ്. 1900. 1900 കേരള സന്ദർശന വേളയിൽ കേഴ്സൺ പ്രഭു ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കാര്യം ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി ആരാണ്? രാജാ കേശവദാസാണ്. ചുണ്ടൻ വെള്ളങ്ങളുടെ നാട് കുട്ടനാട് ആലപ്പുഴയിലാണ് അല്ലെ? പമ്പയുടെ ദാനം, അതുപോലെ തന്നെ കേരളത്തിന്റെ നെല്ലറ എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ്. മയൂര സന്ദേശത്തിന്റെ നാട് എന്ന് പറയുന്ന ഹരിപ്പാടും എവിടെ തന്നെയാണ്? ആലപ്പുഴയിൽ തന്നെയാണ്. കേരളത്തിന്റെ ക്ഷേത്ര നഗരം എന്നാണ് ഹരിപ്പാട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് ഏകദേശം എത്ര കിലോമീറ്ററോളം കനമാനുള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 75 കിലോമീറ്റർ, ഓപ്ഷൻ ബി 80 കിലോമീറ്റർ, ഓപ്ഷൻ സി 74 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 70 കിലോമീറ്റർ. ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് ഏകദേശം എത്ര കിലോമീറ്റർ കനമാനുള്ളത്? റൈറ്റ് ആൻസേഴ്സ് ഓപ്ഷൻ ഡി 70 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? പോഷക നദികൾ കൂടുതലുള്ള നദി ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻസ് ഒന്നും ആവശ്യമില്ല, ഗംഗയാണ് നമുക്കറിയാം. എന്നാലും നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഗംഗ കൊടുത്തിട്ടുണ്ട്, യമുന കൊടുത്തിട്ടുണ്ട്, ബ്രഹ്മപുത്ര കൊടുത്തിട്ടുണ്ട്, സരസ്വതി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി? ഏതാണ്? ഗംഗയാണ് അല്ലേ? ഗംഗ എന്ന നദിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. അല്ലെ? ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ പുണ്യ നദി എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? ഗംഗ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗയാണ്. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4-നാണ്. 2008 നവംബർ 4-നാണ് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഗംഗാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എവിടെയാണ്? ഹിമാലയത്തിലെ ഗായ്മു ഗുഹയിലെ ഗംഗോത്രി ഹിമാനി, ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദിയുടെ പേര് ഗംഗ എന്നല്ല, എന്താണ് പേര്? ഭഗീരഥി എന്നാണ്. ഓക്കെ, ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക് എന്നിവയാണ് ഗംഗയുടെ പ്രധാന പോഷക നദി. അതിൽ ഏറ്റവും വലുത് യമുനയാണ് കേട്ടോ. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഗംഗാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്, നമ്മളത് സംസ്ഥാനങ്ങൾ പറഞ്ഞല്ലോ. ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഒരു നദിയാണ് ഏത്? ഗംഗ എന്ന് പറയുന്നത്. പതനസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? നെയ്യാർ, പാമ്പാർ, പുഴയ്ക്കൽ പുഴ, ആയിരൂർ പുഴ. ഏതാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്? ആയിരൂർ പുഴയാണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏത് നദിയുടെ തീരത്താണ് നാസിക് നഗരം സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഏതാണെന്ന് അറിഞ്ഞാൽ മതി അല്ലെ? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ലൂണി, ഓപ്ഷൻ ബി സബർമതി, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി ശരാവതി. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഗോദാവരിയുടെ തീരത്താണ് നാസിക് നഗരം സ്ഥിതി ചെയ്യുന്നത്.
ഗോദാവരി ഒരു ഉപദ്വീപീയ നദിയാണ് അല്ലെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഗോദാവരി തന്നെയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഏത് തന്നെയാണ്? ഗോദാവരി തന്നെയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഏതാണ്? ഗോദാവരി തന്നെയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. നമ്മൾ പറഞ്ഞു വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ്. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ്, അതായത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത എന്നൊക്കെയാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ. ഗോദാവരിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളിൽ ഒരെണ്ണം നമ്മൾ നാസിക എന്ന് പറഞ്ഞു. വേറെ ഏതാണ്? നിസാമാബാദ്. രണ്ടും നായിലാണ് തുടങ്ങുന്നത്, നാസിക്കും അതുപോലെ തന്നെ നിസാമാബാദും. നമ്മൾ പറഞ്ഞല്ലോ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയാണ് ഗോദാവരി എന്ന് നമ്മൾ പറഞ്ഞു. മധ്യപ്രദേശിന്റെ ജീവരേഖ ഏതാണ്? നർമ്മദയാണ് കേട്ടോ. സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റയാണ്. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി. കേരളത്തിന്റെ ജീവരേഖ ഏതാണ്? പെരിയാറാണ്. ഇതൊക്കെ പഠിച്ചിട്ട് കേരളത്തിന്റെ പഠിക്കാതെ മോശമല്ലേ? കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ്. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ ഒന്ന് തന്നെയാണ്, അതേതാണ്? കാവേരിയാണ് കേട്ടോ. അപ്പൊ മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദ, സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റ, ഗോവയുടെ ജീവരേഖ മണ്ഡോവി, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി, കർണാടകയുടെ ജീവരേഖ കാവേരി, തമിഴ്നാടിന്റെയും ജീവരേഖ കാവേരി, കേരളത്തിന്റെ ജീവരേഖ പെരിയാർ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. യാമോ എന്ന വരണ്ട ഉഷ്ണക്കാറ്റ് വീശുന്നത് ഏത് ഏഷ്യൻ രാജ്യത്താണ്? യാമോ എന്ന വരണ്ട ഉഷ്ണക്കാറ്റ് വീശുന്നത് ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഇന്ത്യ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജപ്പാൻ. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കേരളത്തിലെ 44 നദികൾ. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട് അല്ലേ. അതിൽ എത്ര നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? ഓപ്ഷൻസ് ഒന്നും ആവശ്യമില്ല, നമുക്കറിയാം 3 എണ്ണമാണ്. കബനി, ഭവാനി, പാമ്പാറാണ് നമുക്കറിയാം അല്ലേ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 3 എണ്ണമാണ് അല്ലേ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 3. കേരളത്തിലെ 44 നദികളിൽ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കേരളത്തിലെ ടോട്ടല് 44 നദികളാണുള്ളത്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ് അല്ലേ. അതിൽ കബനിയുടെ കേരളത്തിലെ നീളം എന്ന് പറയുന്നത് 56.6 കിലോമീറ്റർ ആണ്. ടോട്ടല് 240 കിലോമീറ്റർ ഉണ്ട്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കബനിയാണ്. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, കപില എന്നാണ് കബനി അറിയപ്പെടുന്നത്. കബനി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരിയിലാണ് അല്ലേ. അടുത്ത ഏതാണ്? ഭവാനിയാണ്. ഭവാനിയുടെ ആകെ നീളം 217 കിലോമീറ്റർ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കബനിയാണ്, 240 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഭവാനിയുടെ നീളം എത്രയാണ്? 217 കിലോമീറ്റർ ആണ്. അതിൽ കേരളത്തിലൂടെ ഒഴുകുന്നത് 37.5 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ. ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട്. ഭവാനിയുടെ പതനസ്ഥാനം കാവേരിയാണ്. തമിഴ്നാട്ടിലെ കാവേരിയിലാണ് ഭവാനി പതനസ്ഥാനം എന്ന് പറയുന്നത്. കബനി നദിയുടെ പതനസ്ഥാനം കാവേരിയിൽ തന്നെയായിരുന്നു, പക്ഷെ അത് കർണാടകയിലായിരുന്നു അല്ലെ. പക്ഷേ തമിഴ്നാട്ടിലാണ് ഭവാനി പതിക്കുന്നത്. അടുത്ത നദി ഏതാണ്? പാമ്പാറാണ്. ഏറ്റവും ചെറിയ നദിയാണ് അല്ലെ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. 31 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ 31 കിലോമീറ്ററിൽ 25 കിലോമീറ്ററും കേരളത്തിലൂടെയാണ് ഒഴുകുന്നത്. കേരളത്തിൽ നീളം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. ഏതിന്റെ? പാമ്പാർ നദിയുടെ നീളം എന്ന് പറയുന്നത്. പാമ്പാറിന്റെ പതനസ്ഥാനവും അതുപോലെ തന്നെ ഭവാനിയുടെ പതനസ്ഥാനവും ഒന്ന് തന്നെയാണ്. എന്നാൽ 3 നദികളുടെയും പതനസ്ഥാനം ഒരു നദിയാണ്, അത് കാവേരിയാണ്. എന്നാൽ കബനി നദിയുടെ പതനസ്ഥാനം കർണാടകയാണെങ്കിൽ ഭവാനിയുടെയും പാമ്പാറിന്റെയും പതനസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാവേരിയാണ്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. സൂര്യ സമീപ ദിനത്തില് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. എന്നാൽ സൂര്യ സമീപ ദിനം എന്നാണ് ചോദ്യം. ജനുവരിയാണ് നമുക്കറിയാം. ജനുവരി 4 ആണോ, ജനുവരി 3 ആണോ, ജനുവരി 2 ആണോ, ജനുവരി 8 ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ജനുവരി 3.
അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയുടെ പ്രത്യേകതകൾ എന്താണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ, 82 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ട ജില്ലയാണ് ഇത് കണ്ണൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ലയാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാണ് കേട്ടോ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഇത് കണ്ണൂര്. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ കൈത്തറി വ്യവസായം, ബീഡി വ്യവസായം എന്നിവയ്ക്ക് പ്രസിദ്ധമായ ജില്ലയാണ് ഏത്? കണ്ണൂർ. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടി ബീച്ചാണ് അല്ലെ. മുഴുപ്പിലങ്ങാടി ബീച്ച് എവിടെയാണ്? കണ്ണൂരിലാണ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. കേരള വന നിയമം പാസ്സാക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1960, ഓപ്ഷൻ സി 1961, ഓപ്ഷൻ ഡി 1964. കേരള വന നിയമം പാസ്സാക്കപ്പെട്ടത് ഏത് വർഷമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1961. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളി ഏതാണ്? ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്രസ്റ്റ്, ഓപ്ഷൻ ബി മാൻഡിൽ എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ സി ഔട്ടർ കോർ, ഓപ്ഷൻ ഡി ഇന്നർ കോർ. ഏതാണ്? ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളി ഏതാണ്? മാൻഡിൽ ആണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ക്രസ്റ്റ്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നാണ് നമ്മൾ ക്രസ്റ്റ് അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയാണ് ഏത്? മാൻഡിലുള്ളത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഓപ്ഷൻ ഡി സരസ്വതി. സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി യമുനയാണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് രൂപം കൊള്ളുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാമ്പാർ, ഓപ്ഷൻ ബി പുഴയ്ക്കൽ പുഴ, ഓപ്ഷൻ സി ആയിരൂർ പുഴ, ഓപ്ഷൻ ഡി ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് രൂപം കൊള്ളുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ചാലിപ്പുഴ. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. ഫ്രമാൻഡിൽ ഡോക്ടർ, ഫ്രിയോ ഡോക്ടർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കാറ്റ് ഏത് രാജ്യത്താണ് വീശുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓസ്ട്രേലിയ. ഫ്രമാൻഡിൽ ഡോക്ടർ, ഫ്രിയോ ഡോക്ടർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കാറ്റ് ഓസ്ട്രേലിയയിലൂടെയാണ് വീശുന്നത്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണുള്ളത്? എത്ര നദികളാണ്? 11 നദികളാണുള്ളത്. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണുള്ളത്? 12 ആണോ, 15 ആണോ, 11 ആണോ, 10 ആണോ? 11 നദികളാണുള്ളത്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. കേരളത്തിന്റെ മൊത്തം വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് വനവിസ്തൃതി എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 28.65%, ഓപ്ഷൻ ബി 29.65%, ഓപ്ഷൻ സി 22.65%, ഓപ്ഷൻ ഡി 25.65%. 65%ആണെന്ന് മനസ്സിലായല്ലേ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 29.65%. കേരളത്തിന്റെ മൊത്തം വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് വനവിസ്തൃതി എന്ന് പറയുന്നത്? 29.65%. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് 1996 മഹാകാളി നദി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ഇന്ത്യ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ നേപ്പാൾ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് 1996 മഹാകാളി നദി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യവുമായിട്ടാണ്? നേപ്പാളുമായിട്ടാണ്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്.
അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി ശരാവതി. ഏത് നദിയിലാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി കാവേരി. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. 1886 എത്ര വർഷത്തേക്കായിരുന്നു മുല്ലപ്പെരിയാർ കരാർ ഒപ്പിട്ടത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 899, ഓപ്ഷൻ ബി 999, ഓപ്ഷൻ സി 879, ഓപ്ഷൻ ബി 900. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 999. 1886 എത്ര വർഷത്തേക്കായിരുന്നു മുല്ലപ്പെരിയാർ കരാർ ഒപ്പിട്ടത്? 1000 വർഷത്തുനിന്ന് ഒരെണ്ണം, ഒരു നമ്പറേ കുറവുള്ളൂ അല്ലേ, 999. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. സൂര്യവിദൂര ദിനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. എന്നാണ് സൂര്യവിദൂര ദിനം എന്നാണെന്നാണ് ചോദ്യം. അപ്പോൾ വിദൂര ദിനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. അപ്പോൾ സൂര്യവിദൂര ദിനം എന്നാണ്? ജൂലൈ മാസമാണ്, നമുക്കറിയാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജൂലൈ 8, ഓപ്ഷൻ ബി ജൂലൈ 12, ഓപ്ഷൻ സി ജൂലൈ 9, ഓപ്ഷൻ ഡി ജൂലൈ 4. എന്നാണ്? ജൂലൈ 4-നാണ് സൂര്യവിദൂര ദിനം. സൂര്യവിദൂര ദിനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം 25ാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ചെന്നൈ ആണ്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ചെന്നൈ. ചെന്നൈയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? മദ്രാസ് എന്നായിരുന്നു. മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസ് എന്ന പേര് ചെന്നൈ എന്നാക്കി മാറ്റി അല്ലേ. ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്തത് 1996-ലാണ്. അപ്പോൾ ചെന്നൈയുടെ ആദ്യകാല നാമം മദ്രാസ് എന്നാണ്. മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസ് എന്നുള്ള ഒരു പേര് ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്തത് 1996-ലാണ്. തെക്കനേഷ്യയിലെ ഡെൻട്രോയിറ്റ് എന്നറിയപ്പെടുന്ന നഗരമാണ് ചെന്നൈ എന്ന് പറയുന്നത്. 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. ചെന്നൈയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? കൂവം, അടയാർ എന്നിവയൊക്കെയാണ് ചെന്നൈയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മറീന ബീച്ചാണ്. മറീന ബീച്ച് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈയുടെ ബാക്കി പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തെക്കേ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത നഗരം 1986-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത നഗരം അത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരം റിപ്പൺ ബിൽഡിംഗ് ആണ്. റിപ്പൺ ബിൽഡിംഗ്. ചെന്നൈ നഗരത്തിലേക്ക് കൃഷ്ണ നദിയിൽ നിന്ന് ജലം എത്തിക്കാനായി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ പേര് ചോദിക്കാറുണ്ട്. അതാണ് തെലുങ്കു ഗംഗ പ്രൊജക്ട് എന്ന് പറയുന്നത്. അഹമ്മദാബാദിനെയും ചെന്നൈയെയും തമ്മിൽ ഒരു ട്രെയിൻ ബന്ധിപ്പിക്കുന്ന ട്രെയിനിന്റെ പേരാണ് നവജീവൻ എക്സ്പ്രസ്. നവജീവൻ എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരമാണ് ചെന്നൈ. MGR, അണ്ണാദുരൈ എന്നിവരുടെ സമാധി സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗിണ്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിൽ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ സിമെന്റ് ഫാക്ടറി ആരംഭിച്ച നഗരം അത് ചെന്നൈയാണ്. സെന്റ് ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്ന നഗരവും ചെന്നൈ തന്നെയാണ്. കുറേ സംഭവങ്ങളുടെ ആസ്ഥാനമാണ് ചെന്നൈ എന്ന് പറയുന്നത്. അതായത് സതേൺ റെയിൽവേ, അണ്ണാ സർവകലാശാല, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാരണ സഭ, ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, MA ചിദംബരം ക്രിക്കറ്റ് സ്റ്റേഡിയം, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എന്നിവയുടെ എല്ലാം ആസ്ഥാനം ഏത് തന്നെയാണ്? ചെന്നൈ തന്നെയാണ്. ചെന്നൈയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നവോദയ വിദ്യാലയങ്ങൾ അവിടെ ഇല്ല. നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം അത്
തമിഴ്നാടാണ്. ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ കോട്ട എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനമാണ് തമിഴ്നാട്. തെക്കേ ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. 1856 റെയിൽവേ ആദ്യമായിട്ട് നിലവിൽ വന്നത്. കമുതി സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജിയോഗ്രഫി എന്ന ടോപ്പിക്കിൽ 25 ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളവരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.